നമസ്കാരം. പശ്ചിമ ബംഗാൾ പൂർണ്ണമായും മാറുകയാണ്. മമതാ ബാനർജിയുടെ ഭാരത വിരുദ്ധ ചിന്താഗതികൾക്കൊടുവിൽ അന്ത്യം കുറിക്കപ്പെട്ടിരിക്കുകയാണ്. രവീന്ദ്രനാഥ ടാഗോറിന്റെയും ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയും സ്വാമി വിവേകാനന്ദന്റെയും നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെയും ഉദാത്തമായ ചിന്തകൾ ഉദയം ചെയ്ത പുണ്യഭൂമിയിൽ അധികാരത്തിന്റെ അഹങ്കാരത്തിൽ മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി തിരികെ കയറ്റിയ അർത്ഥശൂന്യമായ പുസ്തകങ്ങളും കവിതകളും ലൈബ്രറിയിൽ നിന്ന് കൂട്ടത്തോടെ പുറത്താക്കാൻ പുതിയ സർക്കാർ തീരുമാനിച്ചു. മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി രചിച്ചതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പരിഹാസവും വിമർശനവും ഏറ്റുവാങ്ങിയ കവിതയാണ് എപാങ് ഒപാങ് ചബാങ്. ബംഗാളി ഭാഷയിലോ മറ്റേതെങ്കിലും ഭാരതീയ ഭാഷകളിലോ ഈ വാക്കുകൾക്ക് യാതൊരു അർത്ഥവുമില്ല എന്നതാണ് യാഥാർത്ഥ്യം. കുട്ടികൾക്ക് ഊർജ്ജം നൽകുന്ന ഒരു എനർജി ഡ്രിങ്കിന്റെ പരസ്യവാചകത്തിൽ നിന്ന് അക്ഷരങ്ങൾ അടിച്ചു മാറ്റി അതിനെ കവിത എന്ന പേരിൽ അവതരിപ്പിച്ച മമതാ ബാനർജിയുടെ സാഹിത്യ നിലവാരം എത്രത്തോളം ദയനീയമാണ് എന്നുള്ളത് ഭാരതത്തിലെ ഓരോ പൗരനും ചിന്തിക്കേണ്ട കാര്യം കൂടിയാണ്. ഇത്തരം അസംബന്ധങ്ങളും വിഡ്ഢിത്തങ്ങളും നിറഞ്ഞ പുസ്തകങ്ങളാണ് ഇത്രയും കാലം ബംഗാളിലെ കുരുന്നുകളുടെ തലയിലേക്ക് TMC ഭരണകൂടം നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിച്ചിരുന്നത്. കുട്ടികളുടെ ഭാവനയെയും ഭാഷാശുദ്ധിയെയും നശിപ്പിക്കുന്ന ഇത്തരം കൃതികൾ ലൈബ്രറിയിൽ ഇരിക്കുന്നത് വായനക്കാരെയും ബംഗാളിന്റെ സാംസ്കാരിക പാരമ്പര്യത്തെയും ഒരുപോലെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഈ കോമാളിത്തരങ്ങൾക്കാണ് BJP സർക്കാർ ഇപ്പോൾ അറുതി വരുത്തിയിരിക്കുന്നത്. ബംഗാളിന്റെ നഷ്ടപ്പെട്ടു പോയ സാംസ്കാരിക പൈതൃകത്തെയും ദേശീയ ബോധത്തെയും തിരികെ പിടിക്കാനുള്ള BJP സർക്കാരിന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിന്റെ തുടക്കമാണിത്. ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ച് സ്വന്തം പേരിൽ അച്ചടിച്ചു കൂട്ടിയ നിലവാരമില്ലാത്ത വിഴുപ്പുകെട്ടുകൾ ലൈബ്രറിയിൽ നിന്ന് പടിയടിച്ച് പിണ്ടം വയ്ക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ അഹങ്കാരത്തിനാണ് ഇവിടെ അന്ത്യം കുറിക്കുന്നത്. കുട്ടികളുടെ ഭൗതിക വികാസത്തിനോ വിജ്ഞാനത്തിനോ യാതൊരു ഉപകാരവുമില്ലാത്ത കേവലം കോമാളിത്തരങ്ങൾ മാത്രം നിറഞ്ഞ പുസ്തകങ്ങൾ ഇനി ബംഗാളിലെ വായനശാലകളിൽ വെച്ച് പൊറുപ്പിക്കില്ല എന്ന് സംസ്ഥാന ലൈബ്രറി മന്ത്രി ഗൗരിശങ്കർ ഘോഷ് പ്രഖ്യാപിച്ചതോടെ തൃണമൂൽ ക്യാമ്പുകളിൽ വലിയ ഭൂകമ്പമാണ് ഉണ്ടായിരിക്കുന്നത്. പശ്ചിമ ബംഗാളിലെ സർക്കാർ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ലൈബ്രറിയിലെ ചില പുസ്തകങ്ങൾ പുനഃപരിശോധിക്കണമെന്നും കുട്ടികളുടെ ഭൗതിക വികാസത്തിനും അറിവ് വർദ്ധിപ്പിക്കുന്നതിനും സഹായകരമല്ലെന്ന് കരുതുന്ന ചില പുസ്തകങ്ങൾ നീക്കം ചെയ്യണമെന്നും സംസ്ഥാന ലൈബ്രറി മന്ത്രി ഗൗരിശങ്കർ ഘോഷ് സൂചിപ്പിച്ചതോടെയാണ് തൃണമൂൽ കോൺഗ്രസ് ഇത്രയും കാലം കെട്ടിപ്പൊക്കിയ വ്യാജ സാംസ്കാരിക കോട്ടകൾ തകർന്നടിഞ്ഞത്. മുൻ മുഖ്യമന്ത്രി മമതാ ബാനർജി രചിച്ച പുസ്തകങ്ങളാണ് ഈ ശുദ്ധീകരണ പ്രക്രിയയിൽ ഒന്നാമതായി പുറത്തുപോകുന്നതെന്നത് ഏറെ ശ്രദ്ധേയമാണ്. ലൈബ്രറിയുടെ യഥാർത്ഥ ലക്ഷ്യം വെറുതെ പുസ്തകങ്ങൾ സംഭരിക്കുകയോ ഭരണാധികാരികളുടെ വ്യക്തിപൂജയ്ക്കുള്ള വേദിയാക്കുകയോ ഉള്ളതാണ് മന്ത്രി ഗൗരിശങ്കർ ഘോഷ് പറഞ്ഞത്. വായനക്കാർക്ക് ഗുണനിലവാരമുള്ള ഉള്ളടക്കം നൽകുക, അവയുടെ ചിന്താഗതിയെ ഉണർത്തുക, അവർക്കുള്ളിൽ കടുത്ത ദേശസ്നേഹം വളർത്തുക എന്നതായിരിക്കണം ലൈബ്രറിയുടെ പരമമായ ലക്ഷ്യം. ഇതിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഒന്നിനെയും പുതിയ സർക്കാർ വെച്ചു പൊറുപ്പിക്കില്ല. അറിവ്, മൂല്യങ്ങൾ, ദേശീയബോധം എന്നിവ വളർത്തുന്ന പുസ്തകങ്ങൾക്കായിരിക്കും ഇനി മുതൽ ലൈബ്രറിയിൽ ഒന്നാം സ്ഥാനം നൽകുക എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. കഴിഞ്ഞ തൃണമൂൽ കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്ത്, പ്രത്യേകിച്ച് 2025 അധികാര ദുർവിനിയോഗത്തിൻ്റെ എല്ലാ പരിധികളും ലംഘിച്ചുകൊണ്ടാണ് മമതാ ബാനർജിയുടെ പുസ്തകങ്ങൾ സ്കൂൾ ലൈബ്രറിയിൽ തിരികെ കയറ്റിയത്. സംസ്ഥാനത്തെ സ്കൂളുകൾക്കായി സർക്കാർ പുറത്തിറക്കിയ ഔദ്യോഗിക പുസ്തക പട്ടികയിൽ മുഖ്യമന്ത്രിയുടെ പുസ്തകങ്ങൾ ഉൾപ്പെടുത്താൻ ഉദ്യോഗസ്ഥർക്കുമേൽ കടുത്ത രാഷ്ട്രീയ സമ്മർദ്ദങ്ങളാണ് ചെലുത്തിയത്. ഇതിനായി സ്കൂളുകൾക്ക് പ്രത്യേക സാമ്പത്തിക സഹായം വരെ നൽകി നികുതിപ്പണം ദുരുപയോഗം ചെയ്യുകയായിരുന്നു. ഒരു വശത്ത് ബംഗാളിലെ യുവാക്കൾ തൊഴിലില്ലാതെയും പട്ടിണി കിടന്നും വലയുമ്പോൾ, മറുവശത്ത് ലക്ഷക്കണക്കിന് രൂപയാണ് മമതയുടെ അർത്ഥശൂന്യമായ പുസ്തകങ്ങൾ അച്ചടിക്കാനും വിതരണം ചെയ്യാനും വേണ്ടി തൃണമൂൽ സർക്കാർ ദൂർത്തടിച്ചത്. ഇത് വരും തലമുറയോട് ചെയ്ത ഏറ്റവും വലിയൊരു രാജ്യദ്രോഹമാണ്. അഴിമതിയും സ്വജനപക്ഷപാതവും സ്വന്തം വ്യക്തിപൂജയും മാത്രം മുൻനിർത്തി മുൻ സർക്കാർ നടപ്പിലാക്കിയ ഈ ജനവിരുദ്ധവും സാംസ്കാരിക വിരുദ്ധവുമായ നയമാണ് ഇപ്പോൾ പുതിയ BJP സർക്കാർ പൂർണ്ണമായും തിരുത്തിക്കുറിക്കുന്നത്. മമതാ ബാനർജിയുടെ ഭരണകാലത്ത് ബംഗാളിൽ നടമാടിയത് കടുത്ത സാംസ്കാരിക ഫാസിസമായിരുന്നു. മമതയുടെ പുസ്തകങ്ങളെയും കവിതകളെയും വിമർശിക്കുന്ന പ്രൊഫസർമാരെയും ബുദ്ധിജീവികളെയും ജയിലിലടയ്ക്കുകയും കള്ളക്കേസിൽ കുടുക്കുകയും ചെയ്ത ചരിത്രമാണ് തൃണമൂലിനുള്ളത്. സ്വന്തം പാർട്ടി പ്രവർത്തകരെ ഉപയോഗിച്ച് വായനശാലകളെയും സാംസ്കാരിക ക്ലബ്ബുകളെയും തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടകൾ പ്രചരിപ്പിക്കുന്നതിനുള്ള താവളങ്ങളാക്കി മാറ്റാൻ അവർ മടിച്ചില്ല. ഭാരതീയ സംസ്കാരത്തെയും പാരമ്പര്യത്തെയും പാശ്ചാത്യ വിഘടനവാദ ചിന്തകൾക്ക് പണയം വെച്ച TMC ബംഗാളിലെ കുട്ടികളിൽ ദേശവിരുദ്ധ ചിന്തകൾ വളർത്താനാണ് തങ്ങളുടെ സാഹിത്യത്തിലൂടെ ശ്രമിച്ചത്. രാജ്യത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മുറിവേൽപ്പിക്കുന്ന ഇത്തരം നയങ്ങൾക്കെതിരെ ഉയർന്നുവരുന്ന ശക്തമായ ജനവികാരമാണ് ബംഗാളിലെ ഭരണമാറ്റത്തിന് വഴിതെളിച്ചതും ഇപ്പോൾ ലൈബ്രറികളിൽ നടക്കുന്ന ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് അടിത്തറയിട്ടതും അതുതന്നെയാണ്. പുതിയ BJP സർക്കാരിൻ്റെ സാംസ്കാരിക നയം തികച്ചും വ്യക്തവും സുതാര്യവുമാണ്. ബംഗാളിൻ്റെ മണ്ണിൽ ഇനി വിഘടനവാദത്തിനോ ഭാരതവിരുദ്ധ ചിന്തകൾക്കോ അർത്ഥശൂന്യമായ രാഷ്ട്രീയ പബ്ലിസിറ്റികൾക്കോ സ്ഥാനമുണ്ടാകില്ല. വരും തലമുറയിൽ കടുത്ത ദേശീയ ബോധവും ഭാരതീയ സംസ്കാരത്തോടുള്ള ആദരവും യഥാർത്ഥ അറിവും വളർത്തുന്ന പുസ്തകങ്ങൾക്കായിരിക്കും ഇനി മുതൽ വായനശാലകളിൽ മുൻഗണന നൽകുക. ദേശീയ നായകന്മാരായ സവർക്കർ, ശ്യാമപ്രസാദ് മുഖർജി, ദീൻ ദയാൽ ഉപാധ്യായ തുടങ്ങിയ മഹത് വ്യക്തികളുടെ ജീവചരിത്രങ്ങളും ഭാരതത്തിൻ്റെ യഥാർത്ഥ ചരിത്രവും വരും തലമുറയിലേക്ക് എത്തിക്കുക എന്നതാണ് സർക്കാരിൻ്റെ ലക്ഷ്യം.
വികലമാക്കപ്പെട്ട ചരിത്രത്തിന് പകരം സത്യസന്ധമായ ചരിത്രം കുട്ടികൾ പഠിക്കണം. ദേശബോധമില്ലാത്ത, രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും മൂല്യങ്ങൾക്ക് നിരക്കാത്ത ഒരു പുസ്തകവും ബംഗാളിലെ വായനശാലകളിൽ ഇനി അവശേഷിക്കില്ല എന്ന് സർക്കാർ ഉറപ്പുവരുത്തും. രവീന്ദ്രനാഥ ടാഗോറിന്റെയും ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെയും മണ്ണിൽ അവരുടെ ഉദാത്തമായ ചിന്തകൾക്ക് പകരമായി മമതാ ബാനർജിയുടെ നിലവാരമില്ലാത്ത ജിങ്കിളുകൾ വായിക്കാൻ കുട്ടികൾ നിർബന്ധിതരായ സാഹചര്യം ബംഗാളിന്റെ സാംസ്കാരിക ചരിത്രത്തിലെ ഏറ്റവും വലിയ കറുത്ത അധ്യായമായിരുന്നു. വന്ദേമാതരം എന്ന അമരഗീതം ഭാരതത്തിന് സമ്മാനിച്ച ബംഗാളിന്റെ മണ്ണിൽ ദേശീയബോധമില്ലാത്ത പുസ്തകങ്ങൾക്ക് യാതൊരു ആവശ്യമില്ല. ആ കറുത്ത അധ്യായത്തിനാണ് ഇപ്പോൾ പുതിയ സർക്കാർ അന്ത്യം കുറിച്ചിരിക്കുന്നത്. പുസ്തകങ്ങളുടെ മറവിൽ സ്വന്തം പാർട്ടി അജണ്ടകളും വ്യക്തിപൂജയും അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ച മമതാ ബാനർജിക്ക് ജനങ്ങൾ നൽകിയ ശക്തമായ തിരിച്ചടി കൂടിയാണിത്. വിദ്യാർത്ഥികളുടെ ബൗദ്ധികമായ നിലവാരത്തെയും ചിന്താശേഷിയും തകർക്കുന്ന ഇത്തരം പുസ്തകങ്ങൾ നീക്കം ചെയ്യുന്നതിലൂടെ ബംഗാളിലെ വിദ്യാഭ്യാസ മേഖലയിൽ വലിയൊരു പുനരുദ്ധാരണമാണ് നടക്കുന്നത്. പുതിയ തീരുമാനപ്രകാരം സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാലയങ്ങളിലെയും പൊതു ലൈബ്രറികളിലെയും പുസ്തകങ്ങളുടെ ലിസ്റ്റ് പരിശോധിക്കാൻ പ്രത്യേക സമിതിയെ നിയോഗിക്കും. വിജ്ഞാനപ്രദമല്ലാത്തതും രാഷ്ട്രീയ പ്രേരിതവുമായ പുസ്തകങ്ങൾ കണ്ടെത്തി അവയ്ക്ക് പകരം ശാസ്ത്രം, സാങ്കേതികവിദ്യ, ഭാരതീയ തത്വചിന്ത, ദേശസ്നേഹം വളർത്തുന്ന കഥകൾ എന്നിവ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങൾ വായനശാലകളിൽ എത്തിക്കും. ഇതിനായി കൃത്യമായ മാർഗരേഖകൾ ലൈബ്രറി മന്ത്രാലയം പുറത്തിറക്കി കഴിഞ്ഞു. മുൻ സർക്കാർ സ്കൂളുകൾക്ക് നൽകിയ ഫണ്ട് എങ്ങനെയാണ് മമതയുടെ പുസ്തകങ്ങൾ വാങ്ങാൻ ഉപയോഗിച്ചതെന്ന് കണ്ടെത്താൻ ഉന്നതതല അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ അന്വേഷണം പൂർത്തിയാകുന്നതോടെ TMCയുടെ സാംസ്കാരിക അഴിമതിയുടെ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവരുമെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. മമതാ ബാനർജിയുടെ പുസ്തകങ്ങൾ മാറ്റാനുള്ള തീരുമാനത്തിനെതിരെ തൃണമൂൽ കോൺഗ്രസും മറ്റ് ഇടതു പാർട്ടികളും രംഗത്ത് വന്നിട്ടുണ്ട് എങ്കിലും അതിനെയെല്ലാം ശക്തമായ ജനകീയ പ്രതിരോധം കൊണ്ട് നേരിടാനാണ് BJPയുടെ തീരുമാനം. സാംസ്കാരിക ഫാസിസം എന്ന് നിലവിളിക്കുന്ന TMC നേതാക്കൾ തങ്ങളുടെ ഭരണകാലത്ത് ബംഗാളിലെ വായനശാലകളെ എങ്ങനെയാണ് പാർട്ടി ഓഫീസുകളാക്കി മാറ്റിയതെന്ന് ഓർക്കണമെന്ന് BJP സംസ്ഥാന നേതൃത്വം ഓർമ്മിപ്പിച്ചു. രാജ്യത്തിന്റെ ദേശീയ ചിഹ്നത്തെയും സംസ്കാരത്തെയും നിരന്തരം അപമാനിക്കുന്ന നിലപാടാണ് മമതാ ബാനർജി സ്വീകരിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരാളുടെ പുസ്തകങ്ങൾ കുട്ടികൾ വായിച്ചാൽ അവർക്ക് എങ്ങനെ ദേശസ്നേഹം ഉണ്ടാകുമെന്നാണ് പ്രതിപക്ഷം ചിന്തിക്കുന്നത്. ഭാരതത്തിന്റെ ദേശീയധാരയിലേക്ക് ബംഗാളിനെ തിരികെ കൊണ്ടുവരാനുള്ള BJP സർക്കാരിന്റെ ഈ ശക്തമായ നീക്കത്തിന് സംസ്ഥാനത്തിലുടനീളം വലിയ ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നിർണ്ണയിക്കുന്നത് അവിടുത്തെ വരും തലമുറയാണ്. ആ തലമുറയ്ക്ക് നൽകുന്ന വിദ്യാഭ്യാസം അത്യന്തം മൂല്യമുള്ളതുമായിരിക്കണം. കുട്ടികളുടെ ചിന്തകളെ വഴിതിരിച്ചുവിടുന്ന തരത്തിലുള്ള രാഷ്ട്രീയ സാഹിത്യങ്ങൾ ലൈബ്രറിയിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കപ്പെടണം. പുതിയ സർക്കാർ കൊണ്ടുവരുന്ന മാറ്റങ്ങൾ വിദ്യാർത്ഥിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നാണ് വിദ്യാഭ്യാസ വിദഗ്ധരും വിലയിരുത്തുന്നത്. അർത്ഥമില്ലാത്ത വാക്കുകൾ കോർത്തിണക്കി പുസ്തകം എഴുതി അതിന് പുരസ്കാരങ്ങൾ വരെ വാങ്ങി കൂട്ടിയ മമതാ ബാനർജിയുടെ തരംതാണ രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് ബംഗാൾ ജനത പൂർണ്ണ വിരാമമിടുന്നത്. വരും ദിവസങ്ങളിൽ കൂടുതൽ പുസ്തകങ്ങൾ പുനഃപരിശോധിക്കുമെന്നും ബംഗാളിന്റെ യഥാർത്ഥ ചരിത്രവും ദേശീയ നായകന്മാരുടെ ജീവചരിത്രങ്ങളും ഉൾപ്പെടുത്തി ലൈബ്രറികൾ പൂർണ്ണമായി നവീകരിക്കുമെന്നും സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നു. പശ്ചിമ ബംഗാൾ സാംസ്കാരിക അരാജകത്വത്തിൽ നിന്ന് കടുത്ത ദേശീയബോധത്തിന്റെ വെളിച്ചത്തിലേക്ക് ചുവടുവെക്കുമ്പോൾ അത് തൃണമൂൽ കോൺഗ്രസിന്റെ രാഷ്ട്രീയ അന്ത്യത്തിന്റെ തുടക്കം കൂടിയായി മാറുകയാണ്. സ്വന്തം പബ്ലിസിറ്റിക്ക് വേണ്ടി പൊതുജനങ്ങളുടെ പണം ദൂർത്തടിച്ചവർക്കുള്ള കനത്ത പ്രഹരമാണ് പുതിയ സർക്കാരിന്റെ ഈ നടപടി. ദേശീയബോധമില്ലാത്ത ഒരു പുസ്തകങ്ങളും ഇനി ബംഗാളിലെ വായനശാലകളിൽ ഇടം പിടിക്കില്ല എന്ന ഉറച്ച തീരുമാനം ഭാരതത്തിന്റെ സാംസ്കാരിക ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടും. ബംഗാളിനെ വീണ്ടും വിവേകാനന്ദന്റെയും ടാഗോറിന്റെയും ഉദാത്തമായ ആശയങ്ങളിലേക്ക് നയിക്കാൻ BJP സർക്കാരിന് സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് ജനങ്ങൾ. വർഷങ്ങളായി തൃണമൂൽ കോൺഗ്രസ് ബംഗാളിൽ പയറ്റിക്കൊണ്ടിരിക്കുന്നത് കടുത്ത വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ്. ഇതിന്റെ ഭാഗമായി ഭാരതീയ സംസ്കാരത്തെയും ഹിന്ദു പാരമ്പര്യത്തെയും ബോധപൂർവം ഇല്ലാതാക്കാനാണ് അവർ ശ്രമിച്ചത്. ഇതിനായി ചരിത്ര പുസ്തകങ്ങളിൽ നിന്നും ലൈബ്രറികളിൽ നിന്നും ദേശീയ നായകന്മാരുടെ വിവരങ്ങൾ അവർ നീക്കം ചെയ്തു. ബംഗാളിന്റെ തനത് സംസ്കാരത്തെ തകർത്ത് അവിടെ വിഘടനവാദ ചിന്തകൾക്ക് വളക്കൂറുള്ള മണ്ണാക്കി മാറ്റുകയായിരുന്നു മമതയുടെ ലക്ഷ്യം. ഇതിനായി അവർ രചിച്ച പുസ്തകങ്ങൾ സ്കൂളുകളിൽ നിർബന്ധമാക്കുക വഴി കുരുന്നുകളുടെ മനസ്സിൽ വിഷം ചീറ്റാനാണ് അവർ ശ്രമിച്ചത്. എന്നാൽ ബംഗാളിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഈ സാംസ്കാരിക അധിനിവേശത്തെ തിരിച്ചറിയുകയും ബാലറ്റിലൂടെ തൃണമൂലിന് കനത്ത തിരിച്ചടി നൽകുകയും ചെയ്തു. പുസ്തകങ്ങൾ മാറ്റുക മാത്രമല്ല, ബംഗാളിലെ ലൈബ്രറികളെ ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ നവീകരിക്കാനും BJP സർക്കാർ പദ്ധതിയിടുന്നുണ്ട്. ഡിജിറ്റൽ ലൈബ്രറികൾ സ്ഥാപിക്കുകയും കുട്ടികൾക്ക് ആവശ്യമായ മികച്ച റഫറൻസ് ഗ്രന്ഥങ്ങൾ ലഭ്യമാക്കുകയും ചെയ്യും. ഭാരതത്തിന്റെ ശാസ്ത്ര നേട്ടങ്ങളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ വായനശാലകളിൽ നിർബന്ധമാക്കും. മമതാ ബാനർജിയുടെ അർത്ഥശൂന്യമായ പുസ്തകങ്ങൾ ഇരുന്നിരുന്ന സ്ഥാനങ്ങളിൽ ഇനി മുതൽ വിജ്ഞാനകോശങ്ങളും ദേശീയ നായകന്മാരുടെ പ്രചോദനാത്മകമായ കഥകളും ഇടപിടിക്കും. ഇത് ബംഗാളിലെ വായനാ സംസ്കാരത്തെ തന്നെ മാറ്റിമറിക്കും. വായനക്കാരെ ആകർഷിക്കുന്ന തരത്തിലുള്ള വിപ്ലവാത്മകമായ മാറ്റങ്ങളാണ് ലൈബ്രറി മന്ത്രാലയം വിഭാവനം ചെയ്യുന്നത്. ബംഗാളിൽ സർക്കാരിന്റെ ഈ വിപ്ലവകരമായ തീരുമാനത്തെ ദേശീയ തലത്തിലുള്ള പ്രമുഖ സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരും സ്വാഗതം ചെയ്തിട്ടുണ്ട്.
രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് നിലവാരമില്ലാത്ത പുസ്തകങ്ങൾ ലൈബ്രറിയിൽ തിരികെ കയറ്റുന്ന പ്രവണത രാജ്യത്ത് മറ്റൊരിടത്തും ഉണ്ടാകാൻ പാടില്ലാത്തതാണെന്ന് അവർ അഭിപ്രായപ്പെട്ടു. ദേശീയബോധവും മൂല്യമുള്ള ഒരു തലമുറയെ വളർത്തിയെടുക്കാൻ ഇത്തരം കർശനമായ നടപടികൾ അത്യന്താപേക്ഷിതമാണ്. ഭാരതവിരുദ്ധ ശക്തികൾക്ക് ബംഗാളിന്റെ മണ്ണിൽ ഇനി യാതൊരു സ്ഥാനവുമില്ലെന്ന ശക്തമായ സന്ദേശമാണ് ഇതിലൂടെ നൽകുന്നത്. BJP സർക്കാരിന്റെ ഈ ധീരമായ നടപടിയെ രാജ്യത്തെ പ്രബുദ്ധരായ ജനങ്ങൾ ഒരേ മനസ്സോടെ പിന്തുണയ്ക്കുന്നു. ബംഗാളിലെ നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചു കൊണ്ടുവരിക എന്നത് BJPയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. മുൻ ഭരണാധികാരികൾ നശിപ്പിച്ചു കളഞ്ഞ ബംഗാളിന്റെ സാംസ്കാരിക പൈതൃകത്തെ വീണ്ടെടുക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇതിന്റെ ആദ്യപടിയാണ് മമതയുടെ പുസ്തകങ്ങൾ മാറ്റാനുള്ള തീരുമാനം. വരും തലമുറയ്ക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കുന്ന ഒരു സാംസ്കാരിക അന്തരീക്ഷം ബംഗാളിൽ സൃഷ്ടിക്കപ്പെടും. അതിനായി വിട്ടുവീഴ്ചയില്ലാത്ത നടപടികളുമായി സർക്കാർ മുന്നോട്ടു പോകും. സാംസ്കാരിക ജീർണതയുടെ പ്രതീകമായ തൃണമൂൽ കോൺഗ്രസ് ബംഗാളിന്റെ മണ്ണിൽ ഇനി ആയുസില്ല എന്ന് ഈ നടപടിയിലൂടെ വ്യക്തമാക്കുന്നു. പശ്ചിമ ബംഗാൾ ഇപ്പോൾ ഒരു പുതിയ ഉദയത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. അഴിമതിയുടെയും ഭീകരതയുടെയും സാംസ്കാരിക ജീർണതയുടെയും കറുത്ത നാളുകൾ അവസാനിച്ചിരിക്കുന്നു. ദേശീയബോധത്തിന്റെ വെളിച്ചത്തിലേക്ക് ബംഗാൾ ചുവടുവയ്ക്കുമ്പോൾ അതിന് തടസ്സം നിൽക്കുന്ന എല്ലാ ശക്തികളെയും ജനങ്ങൾ തൂത്തെറിയും. മമതാ ബാനർജിയുടെ അർത്ഥശൂന്യമായ എപാങ് ഒബാങ് ചപാങ് പോലുള്ള പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് ബംഗാളിന്റെ സാംസ്കാരിക വിമോചനത്തിന്റെ പ്രതീകമാണ്. ദേശസ്നേഹവും ഭാരതീയ മൂല്യങ്ങളും നെഞ്ചിലേറ്റുന്ന ഒരു പുതിയ തലമുറ ബംഗാളിൽ വളർന്നു വരും. ഭാരതത്തിന്റെ അഭിമാനമായി ബംഗാൾ വീണ്ടും മാറുന്ന കാലം വിദൂരമല്ല. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുമല്ലോ. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.